ടി വി പ്രസാദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് വിലയിരുത്തും. ടി വി പ്രസാദ്, ഗുഡ് ഈവനിങ് ടി വി പ്രസാദ്. സുകന്യയുടെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരുന്നു. ജയരാജൻ്റെ മകൻ്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരുന്നു. എ പത്മകുമാർ തുറന്നു തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ വന്ന് പറയുന്നു. അങ്ങനെ ചെറിയ ചെറിയ മുറിമുറിപ്പുകൾ പലയിടങ്ങളിൽ നിന്നായി കേൾക്കുന്നു. മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എം പി രാജേഷും അർത്ഥത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. എന്താണ് CPM സമ്മേളനം കഴിയുമ്പോൾ അംഗത്വത്തെ ചൊല്ലി ബാക്കിയാകുന്നത്? ഗുഡ് ഈവനിങ് അരുൺ. മുറിവുകൾ ചെറുതല്ല എന്നുള്ളതാണ്. പക്ഷേ CPIMൻ്റെ സംഘടനാ രീതി അനുസരിച്ച് അതെല്ലാം അവരവരുടെ ഘടകങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു രീതിയാണ് CPIMൻ്റെ സംഘടനാ രീതി. അതുകൊണ്ട് തന്നെ അമർഷമുള്ള ആളുകൾ, പ്രതിഷേധമുള്ള ആളുകൾ, സങ്കടവും പ്രയാസവുമുള്ള ആളുകൾ അവരെല്ലാം ഒന്നുകിൽ മനസ്സിലൊതുക്കുകയോ അതല്ലെങ്കിൽ അവരുടെ ഘടകത്തിൽ പറയുകയോ ചെയ്യുകയാണ് പാർട്ടി സംഘടനാ രീതി എന്നുള്ളതാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും അത് തന്നെയാണുള്ളത്. പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് എ പത്മകുമാർ പരസ്യമായി അത് പറഞ്ഞു എന്നുള്ളതാണ് നേതാക്കളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുകയും ഒപ്പം അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നത്. എ പത്മകുമാർ വീണ ജോർജിനെ ലക്ഷ്യം വെച്ചാണ് പറഞ്ഞത്. അതായത് 9 വർഷത്തെ പാർലമെന്ററി രംഗത്തെ അനുഭവം മാത്രം വെച്ച് ഒരാൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളവർ നമ്മളിപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ മാത്രമാണ് എന്ന പ്രതിഷേധം പരസ്യമായി പത്മകുമാർ പുറത്തേക്ക് വെക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല അരുൺ, ഈ സമ്മേളനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ ഒന്ന് MP രാജേഷാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ ചർച്ച ചെയ്തതാണ്. അതായത് സംഘടനയിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള നേതാവാണ് MP രാജേഷ്. PK ബിജുവിനെക്കാളും മുഹമ്മദ് റിയാസിനെക്കാളും M സ്വരാജിനെക്കാളും ഒക്കെ എത്രയോ മുമ്പ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി അവരുടെ ഒക്കെ മുമ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വന്ന നേതാവാണ് MP രാജേഷ്. പക്ഷേ MP രാജേഷിനെ കഴിഞ്ഞ തവണ സ്പീക്കറായതിൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റിലേക്ക് വെട്ടിയെങ്കിൽ ഇത്തവണ കാരണം പറയാതെ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാതിരിക്കുകയായിരുന്നു. രണ്ടാമത്തെയാൾ കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനാണ്. കണ്ണൂരിൽ നിന്ന് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാത്ത, സമീപകാലത്തേക്ക് വരാത്ത ഏക ജില്ലാ സെക്രട്ടറി അത് P ജയരാജനാണ്. നേരത്തെ P ശശി വരാതിരുന്നതിന് സംഘടനാ നടപടി എന്ന കാരണമുണ്ടായിരുന്നു. P ജയരാജനും ഇത്തവണ വന്നില്ല. P ജയരാജനെതിരെ നേരത്തെ തന്നെ പിണറായി വിജയനായാലും MV ഗോവിന്ദനായാലും അവർ ചില സംഘടനാ നടപടികൾ എടുത്തിരുന്നു. അത് സംഘടനാ ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ MP രാജേഷും P ജയരാജനും ഇതിനകത്തില്ല. അവർ പരസ്യമായി വന്നില്ല. പക്ഷേ ജയരാജൻ്റെ മകൻ, P ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസുമായി എത്തി